നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പ്രധാനമായും ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക തന്നെയാണ്. കൂടാതെ കാനഡയും മെക്സിക്കോയും ഈ ഒരു 2026 വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വേൾഡ് കപ്പ് നടക്കാൻ ഇനിയും 18 മാസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പവർ റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഏതൊക്കെ ടീമുകൾ യോഗ്യത നേടും എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ഇത്തരത്തിലുള്ള ഒരു പവർ റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ആരാണ് വേൾഡ് കപ്പ് കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. 16 സ്ഥാനങ്ങളിലുള്ള ടീമുകളെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 16ാം സ്ഥാനത്ത് ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്കയാണ് വരുന്നത്. അതുപോലെ തന്നെ 15ാം സ്ഥാനത്ത് മറ്റൊരു ഹോസ്റ്റിംഗ് കൺട്രിയായ മെക്സിക്കോ വരുന്നു. 14ാം സ്ഥാനത്ത് കാനഡയാണ് വരുന്നത്. 13ാം സ്ഥാനത്താണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ ഇപ്പോൾ കടന്നു വരുന്നത്. കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ എത്തിയവരാണ് ക്രൊയേഷ്യ. അവരിപ്പോൾ 13ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. 12ാം സ്ഥാനത്ത് ബെൽജിയം വരുന്നു. ബെൽജിയത്തിൻ്റെ സമീപകാലത്തെ പ്രകടനം അത്ര ആശാവഹമൊന്നുമല്ല. 11ാം സ്ഥാനത്ത് ഉറുഗ്വേയാണ് വരുന്നത്. ഇനി 10ാം സ്ഥാനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രസീൽ 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിൽ ഉണ്ടാവാറുള്ള ടീമാണ് ബ്രസീൽ. പക്ഷേ സമീപകാലത്ത് വളരെ പരിതാപകരമായ പ്രകടനമാണ് അവർ നടത്തുന്നത്. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് സാധ്യതകൾ വളരെ കുറവാണ്. അതല്ലെങ്കിൽ 10ാം സ്ഥാനത്താണ് അവരുള്ളത് എന്നാണ് goal.com ഇപ്പോൾ അവരുടെ റാങ്കിങ്ങിലൂടെ പറഞ്ഞിട്ടുള്ളത്. 9ാം സ്ഥാനത്താണ് ഫ്രാൻസ് വരുന്നത്. ഫ്രാൻസും സമീപകാലത്ത് ഒരല്പം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റലിയോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നിലവിലെ റണ്ണേഴ്സപ്പാണ് ഫ്രാൻസ്. പക്ഷേ ഇത്തവണ അവർക്ക് 9ാം സ്ഥാനം മാത്രമാണ് ലഭിക്കുക എന്നാണ് goal.com പ്രവചിച്ചിരിക്കുന്നത്. ഇനി 8ാം സ്ഥാനത്ത് ഇറ്റലിയാണ് വരുന്നത്. പതിയെ ഇറ്റലി മികവിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ 7ാം സ്ഥാനത്താണ് ഉള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്ന വേൾഡ് കപ്പ് കളിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇനി 6ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് വരുന്നു. റൊണാൾഡോ കൂമാന് കീഴിൽ മോശമല്ലാത്ത പ്രകടനം അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5ാം സ്ഥാനത്ത് കൊളംബിയയാണ് ഇടം നേടിയിട്ടുള്ളത്. മികച്ച പ്രകടനം കൊളംബിയ നടത്തുന്നുണ്ട്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ ഹാമിഷ് റോഡ്രിഗസിൻ്റെ സംഘത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു സാധ്യത കൊളംബിയക്ക് ഇത്തവണയുണ്ട് എന്നുള്ളതാണ്. 4ാം സ്ഥാനത്ത് ജർമ്മനി വരുന്നു. ജർമ്മനിയും മോശമല്ലാത്ത പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട്. ഇനി 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ് വരുന്നത്. ഇംഗ്ലണ്ടിന് നിലവിൽ ഒരു മുഖ്യ പരിശീലകനില്ല. പക്ഷേ താരസമ്പന്നമായ ഒരു സ്ക്വാഡ് എപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. യുവേഫ യൂറോ കപ്പിൻ്റെ ഫൈനലിലായിരുന്നു ഇംഗ്ലണ്ട് പരാജയപ്പെട്ടിരുന്നത്. 2ാം സ്ഥാനത്ത് സ്പെയിനാണ് വരുന്നത്. നിലവിലെ യൂറോ കപ്പ് ജേതാക്കളാണ് സ്പെയിൻ. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം അവർ നടത്തുന്നുണ്ട്. വലിയ ഒരു കിരീട സാധ്യത അവർക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. 1ാം സ്ഥാനത്ത് മറ്റാരുമല്ല, നിലവിലെ ജേതാക്കളായ അർജന്റീന തന്നെയാണ്. തകർപ്പൻ പ്രകടനമാണ് അർജന്റീന സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയോട് പരാജയപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അക്കാരണം കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അർജന്റീനയെ എഴുതിത്തള്ളാൻ കഴിയില്ല. അവസാനമായി കളിച്ച 64 മത്സരങ്ങളിൽ കേവലം 3 തോൽവികൾ മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കളാണ്. ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരാണ്. 2 കോപ്പ അമേരിക്ക സമീപകാലത്ത് അവർ നേടിയിട്ടുണ്ട്. ലയണൽ മെസ്സി ഇപ്പോഴും അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പ് അർജന്റീന നിലനിർത്തും എന്ന് തന്നെയാണ് ഈ ഒരു പവർ റാങ്കിങ്ങിലൂടെ goal.com ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.